അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്തിഗാസ ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. വിശുദ്ധ സ്വഹാബത്തും താബിഈങ്ങളും പഠിപ്പിച്ചതും കാണിച്ചു തന്നതുമാണ്. ഇസ്ലാമിക ലോകത്തെ മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, തുല്യതകളില്ലാത്ത പവിത്രതകളുടെ ഉടമയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ധാരാളം സാഹചര്യങ്ങളിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഈ വിശുദ്ധ ദീനിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച വ്യക്തിത്വം. സ്വഹാബത്തിനടിയിൽ കിബാർ സ്വഹാബിയിൽ ഉൾപ്പെട്ട മൂന്നാമത് ഖലീഫയാകാൻ മാത്രം സ്ഥാനമുള്ള ഉന്നത സ്ഥാനത്തിൻ്റെ ഉടമ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ അവരുടെ അൽ ബിദായ വന്നിഹായിലും ഇമാം ഷാമി അവിടുത്തെ സുബുലുൽ ഹുദാ റഷാദിലും ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം കാണാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ നോമ്പുകാരനായി നോമ്പ് തുറക്കാൻ വേണ്ടി വെള്ളം ചോദിക്കുന്നൊരു സാഹചര്യമുണ്ട്. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വെള്ളം കൊടുക്കാതെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. മഹദിയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ നായില ബീവി റളിയല്ലാഹു അൻഹ വെള്ളം ചോദിച്ചുകൊണ്ട് ആ സമയത്ത് അയൽപ്പക്കത്ത് വീടുകൾ അങ്ങനെ കയറി ഇറങ്ങുകയാണ്. അത്താഴ സമയമാണ്, പല വീടുകളും കയറി ഇറങ്ങി. അങ്ങനെ എവിടെ നിന്നോ വെള്ളം എത്തിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുമ്പോഴേക്ക് സുബ്ഹി ബാങ്ക് കൊടുക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു പറയുകയാണ്, ഞാനിന്ന് നോമ്പുകാരനാണ്. മഹദിയായ നായില റളിയല്ലാഹു ചോദിക്കുന്നു, ഇന്നലെ നോമ്പ് തുറന്നോ? അങ്ങയുടെ അടുത്തേക്ക് ആരും വെള്ളവുമായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു പറയുകയാണ്, ഞാൻ ഇന്നലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ഇന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തല അലയ്യ മിൻ ഹാദ സഖഫ്. ഇവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ മഅഹു ദൽവു മിൻ മാഇൻ, വെള്ളത്തിൻ്റെ ഒരു പാത്രവുമായിട്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. എന്നിട്ട് പറഞ്ഞു, ഇശ്റബി യാ ഉസ്മാൻ, വെള്ളം കുടിക്കൂ ഉസ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് വെള്ളം കുടിക്കാൻ പറയുകയാണ്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു വെള്ളം കൊടുക്കുകയാണ്. അങ്ങനെ വെള്ളം കുടിച്ച് ഞാൻ ഇന്നും നോമ്പുകാരനായിട്ട് ഉണ്ടെന്നാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു പറയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ എത്രയോ കാലങ്ങൾക്ക് ശേഷം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്താണ് ഈ സംഭവം നടക്കുന്നത്. വഫാത്തിന് ശേഷം ഒരു നിലക്കും ആർക്കും സഹായം ചോദിക്കാനോ ആ സഹായം ലഭിക്കാനോ സാധിക്കുകയില്ല എന്നുള്ളതും, അങ്ങനെ സഹായം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നത് പോലും ശിർക്കാണെന്നും, വല്ല ഗുണവും ദോഷവും അഭൗതികമായ മാർഗത്തിൽ മറഞ്ഞ വഴിയിലൂടെ പ്രതീക്ഷിക്കുന്നതെല്ലാം ശിർക്കും ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് കടകവിരുദ്ധമാണെന്നും പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആധുനിക വഹാബികൾ നമ്മെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ സംഭവം ഇവിടുത്തെ പുത്തൻവാദികൾ തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. ഷബാബ് എന്ന് പറയുന്ന അവരുടെ പ്രസിദ്ധീകരണത്തിൽ പി മുഹമ്മദ് കുട്ടശ്ശേരി എഴുതിയ വൃദ്ധനായ ഖലീഫയുടെ ഹൃദയം കണ്ടെത്തിയ യുവതി എന്ന് പറയുന്ന ലേഖനത്തിൽ ഈ സംഭവം ഇതേപോലെ എടുത്തു പറയുന്നുമുണ്ട്. അവിടെ അവർക്കത് ശിർക്കാണെന്ന ബോധ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വഫാത്തിന് ശേഷവും മറഞ്ഞ രീതിയിലുമെല്ലാം സഹായം ചോദിക്കുക, സഹായം അഭ്യർത്ഥിക്കുക എന്നത് സ്വഹാബത്ത് ഇവിടെ പഠിപ്പിച്ചെന്ന മാർഗമാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ പോലത്തെ പ്രമുഖരായ സ്വഹാബികളെല്ലാം ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാതൃകയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എല്ലാ കാലവും തുടർന്നു പോരുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കാൻ വേണ്ടി നാം ചെയ്തുകൊണ്ടിരിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.